പറ്റത്തില്ല. അയ്യോ ഒക്കത്തില്ലെന്നേ. അമ്മമ്പോ ഈശ്വരോ, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. വയ്യേ വയ്യ, വയ്യേ വയ്യ. അയ്യോ, ഓ, പറ്റത്തില്ലേ പറ്റത്തില്ലേ പറ്റത്തില്ലേ. ഈ പറഞ്ഞത് സാക്ഷി TV അല്ല. ഈ പറയുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂങ്കോട് വാർഡിലെ വാലുകുന്ന് എന്ന് പറയുന്ന പ്രദേശത്തിൽ താമസിക്കുന്ന ആ പ്രദേശവാസികളാണ് ഇത് പറഞ്ഞത്. പകല് പോലും കൊതുകുതിരി കത്തിച്ചാണ് അവർ പുറത്തിറങ്ങുന്നത്. രാത്രിയായാൽ ഉറക്കമില്ല. എത്രയോ ദിവസങ്ങളായി ഈ പാവങ്ങൾ ഉറങ്ങിയിട്ട്. കാരണം ഫാനിൻ്റെയോ കൊതുകുതിരിയുടെയോ ഒരു ഗുണവും അവർക്ക് പ്രയോജനപ്പെടുത്തില്ല. ഉറക്കത്തിൽ മുഖത്ത് വന്ന് പാട്ടുപാടി നൃത്തം കളിച്ച് ഉറക്കം കെടുത്തുകയാണ് ഈ കൊതുകുകൾ. അവരെങ്ങനെയൊന്നും ഉറങ്ങും? അവർക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങിയിട്ടവർ ദിവസങ്ങളായി. കഷ്ടമെന്നല്ലാതെ ഇനി മറ്റൊന്നും പറയാനില്ല. നമുക്ക് അവരിലേക്കൊന്ന് പോയി വരാം. ഇവിടെ കൊതുകിനെ കളിക്കാൻ പോലും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇരുന്നത് പോലെ അതേപോലെ ഒരു ബുദ്ധിമുട്ട് കൊതുകുതിരി 3-4 കൊതുകുതിരി ഒരു ദിവസം കത്തിക്കുന്നു. ഇനി അതിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളുണ്ടാവും. അത് ഉണ്ടാവും ശ്വസിച്ച്. ആഹാര സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ മേടിക്കുന്നത് കൊതുകുതിരി. അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ഇവിടെ. പറയും പിള്ളേരെ ഭയങ്കര ശല്യാന്ന് പറയും. ഞങ്ങള് 3-4 ഇവിടെ ക്യാൻസർ രോഗികളുണ്ട്. അവർക്ക് ഇത് പിന്നെ ഇത് കടിച്ച് വല്ല അസുഖമായ പിന്നെ എന്തൊരു ചെയ്യും? നമ്മളൊക്കെ അതുകൊണ്ട് ഇപ്പം പെരേന്ന് പോലും ഇറങ്ങക്കോ ഇല്ല. കതവും ജനലും എല്ലാം അടച്ചാ പെരിക്കകത്ത്. എത്രയും ചെല്ലി പെരിക്കകത്തിരിക്കും. ഇങ്ങനെയായ നമ്മള് പെരയിൽ തന്നെ ഇരിക്കാൻ നോക്കുന്നതാണ്. കുളിക്കാൻ ഇറങ്ങണ്ട, തുണി കഴുകാൻ ഇറങ്ങണ്ട, ഒന്നിനും ഇറങ്ങണ്ട. എന്ത് കൊതുതിരിയും വെച്ചും കൊണ്ട് തൂക്കാനും വരാനും ഇറങ്ങി. അത്രയ്ക്ക് ഇവിടെ ശല്യം. നമുക്കിത് ഇവിടെ നിന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പിടിക്കുമ്പോൾ തന്നെ അണ്ണനെ തന്നെ അറിയാൻ തോന്നുന്നു. ആ കൈ മൊത്തം കൊതുവായിരിക്കുന്നു. അപ്പോൾ ഈ കൈതച്ചക്ക കൃഷി, ഈ കൈതച്ചക്കയുടെ കൃഷി പിന്നെ കഴിഞ്ഞ 1 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ തന്നെ ജനങ്ങളെല്ലാം വലിയൊരു ആശങ്ക രേഖപ്പെടുത്തിയതാണ്. കാരണം സാധാരണ ഇത്തരം കൃഷി ഇത്തരം ജനവാസ മേഖലയിൽ സാധാരണ നടത്താറില്ല. കുറച്ചുകൂടി ഈ ജനവാസം കുറഞ്ഞ മേഖലയിലാണ് ഈ കൈതച്ചക്കയുടെ കൃഷി നമ്മൾ സാധാരണമായി കണ്ടുവരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ 2 സൈഡ് റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വീടുകളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ആശങ്ക പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ഞങ്ങളിതെല്ലാം ഷീറ്റ് കെട്ടി മറയ്ക്കും, പിന്നെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ കൃഷി ചെയ്യാൻ പോകുന്നത്, അത് പ്രദേശവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പക്ഷേ ഇത് പിന്നെ കൃഷി ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇവർ ഈ കൃഷി ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളെല്ലാം വലിയ സഹകരണമായിരുന്നു അവരോട്. അവർക്ക് ഇവിടുന്ന് ആറ്റിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സൗകര്യം അടക്കം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. കാരണം നമുക്കിതൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നതെന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇത് പിന്നെ നമുക്കെല്ലാം ഇവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളയിലൊക്കെ വെള്ളം നിന്നിട്ട് ഭയങ്കരമായിട്ട് കൊതുക് പെരുകിയിരിക്കുകയാണ്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നത് വരെ വീട്ടിൽ കൊതുകുതിരി കത്തിച്ച് വെച്ച് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ കേസ് പിന്നെ ഇടയ്ക്ക് മൊത്തം കാടുകളാണ്. ഈ കൈതച്ചക്കയുടെ ഇടയിൽ നിന്ന് ധാരാളം പാമ്പുകൾ എല്ലാ ദിവസവും വീട്ടുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവരിവിടെ ഇരുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 ആഴ്ച കൂടുമ്പോൾ കുറേ എല്ലുപൊടി കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് വിതറും. ഈ എല്ലുപൊടി വിതറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അത് കഴിഞ്ഞ് മീനിൻ്റെ വേസ്റ്റ്, കോഴിയുടെ വേസ്റ്റൊക്കെയാണ് ഇതിന് വളമായിട്ട് കൊണ്ടിടുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ 2-3 ദിവസം ഇതിൻ്റെ സ്മെല്ലും ഈച്ചയുമാണ്, ഉറുമ്പടക്കമുള്ള വലിയ ശല്യമാണിത്. അപ്പം ഞങ്ങളിത് പരമാവധി അവർ ഇത്രയും പൈസ മുടക്കിയതല്ലേ, ഇവർ ഒരു വിളവെങ്കിലും എടുക്കട്ടെ എന്നുള്ള നിലയിൽ ഞങ്ങളൊരു മാനുഷിക പരിഗണന വെച്ച് ഞങ്ങൾ പിന്നെ അത് അവർ ഒരു വിളവെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊന്നും മിണ്ടാതിരുന്നത്.
അപ്പോൾ അവരിവിടെ 2 ടോറസ് വണ്ടിക്കകത്ത് ഇതിൻ്റെ വിളവെല്ലാം എടുത്ത് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതാണിത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങൾ പൈസ മുടക്കിയതിൻ്റെ ആ ഒരു വിളവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു, അപ്പോൾ ഇത് ഒഴിവാക്കുന്ന നിലയിലേക്ക് നിങ്ങൾ ആലോചിക്കണമെന്നല്ല ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അവർ പിന്നെ ആ തരത്തിലൊന്നും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൊതുക് നശീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചെയ്തില്ല. അപ്പോൾ നാട്ടുകാരെല്ലാം വലിയ പരാതിയായിരുന്നു. അങ്ങനെ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനൊരു പരാതി ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം നൽകി. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു മാസ് പെറ്റീഷനാണ് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തത്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ വിളിപ്പിച്ചു. പക്ഷേ ഈ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന ആ ആള് ഈ മെയിനായിട്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട് വരേണ്ടത്. പക്ഷെ അയാളല്ല വന്നത്, ഈ വസ്തുവിൻ്റെ ഉടമയാണ് വന്നത്. വസ്തുവിൻ്റെ ഉടമ പരാതിക്കാരൻ എന്നുള്ള നിലയിൽ ഒരു പ്രതിനിധിയായിട്ട് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെന്നിട്ട് ഇത് വ്യക്തിപരമായ ഒരു പരാതിയല്ല, ഇതൊരു മാസ് പെറ്റീഷനാണ്, പ്രദേശത്ത് വന്ന് ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിൽ ഈ വസ്തു ഓണറോടെ പറയുകയും വസ്തു ഓണർ ഈ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന ആളുമായിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞു. ആ വസ്തു ഓണർക്ക് ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, കാരണം ഇയാൾ എത്രയോ 3 വർഷത്തേക്കാണ്ട് എഗ്രിമെൻ്റ് ആക്കി കൊടുത്തേക്കുമായി. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ആ വസ്തുവിൻ്റെ ഉടമ നമുക്കെല്ലാം പരിചയമുള്ള ആളാണ്. പിന്നെ അവരുടെ വസ്തു വർഷങ്ങളായിട്ട് അവരുടെ വസ്തുവാണ്, നമുക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം വസ്തു ഉടമ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം ഇവിടെ വന്ന് ഇത് കേൾക്കാം, പരിഹരിക്കാം എന്നുള്ള നിലയിൽ പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിൻ്റെ സ്ഥിതിക്കാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുകളിലേക്കുള്ള പരാതിയൊക്കെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഇത് ഞങ്ങളെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കതകോ ജനലോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കൊതുക് കയറി വരികയാണ്. ഞങ്ങൾ ഈ പ്രദേശത്തെ കുറച്ച് നിവാസികളാണ്. ഇവിടെ ഒരു 50-60 വീടുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് 1 വർഷമായിട്ട് ഈ കൈതച്ചക്കയുടെ കൃഷി ഒരാൾ കൊണ്ടിട്ടിരിക്കുന്നത്. അതിവിടെ കൊണ്ടിടാൻ നേരത്ത് തന്നെ ഞങ്ങൾ ഇതിന് ഒബ്ജക്ഷൻ ചെയ്തതാണ്. കാരണം ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും, കൊച്ചുങ്ങളെയൊക്കെ കളിച്ച് നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പാമ്പിൻ്റെ ശല്യം വന്നാൽ അത് അവർക്ക് വളരെ ദോഷകരമാവും. പക്ഷേ അന്ന് അവർ പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് കഴിയും, പെട്ടെന്ന് കഴിയും, 2 വർഷം കൊണ്ട് ഇത് തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഇതാ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കൊതുക്, പാമ്പ്, ഈ കൃഷിയൊക്കെ സ്നേഹിക്കണം, കൃഷി ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഓരോ കൃഷിയായാലും ശരി, വന്യജീവി വളർത്തലായാലും ശരി, അതാത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഈ ചുറ്റുപാടുമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്നിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയാലും ഒരു മനുഷ്യൻ പോലും വീടിന് വെളിയിൽ ഇറങ്ങാത്ത അവസ്ഥയാണ്. ഈ ദൃശ്യത്തിലും പ്രേക്ഷകർ കാണുന്നില്ലേ, കൊതുക് തിരിയും പിടിച്ചു നിന്നുകൊണ്ടാണ് അവർ നമ്മളോട് അതിൻ്റെ പ്രതികരണങ്ങൾ തരുന്നത്. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി കൈതകൃഷി ചെയ്യുന്നവരും കൈത വളർത്തുന്നവരും ആലോചിക്കണം. ഇത്രയും വീടുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത്, ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് ഇതെങ്ങനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാം എന്ന് അവർ കൂടി മനസ്സിലാക്കണം. ഇതിന് പരിഹാരം കണ്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട ഈ മനുഷ്യർ പ്രതികരിക്കേണ്ടി വരും. കൊതുകിനോട് കൗതുകം പറഞ്ഞിരിക്കാനൊന്നും സമയമില്ല, അതിന് നേരവുമില്ല. ജീവിക്കാൻ വേണ്ടി രാവിലെ പുറത്തു പോകുന്നവർ വൈകിട്ട് തിരിച്ചെത്തിയിട്ടോ വിശ്രമിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വിശ്രമ ജീവിതം ഉണ്ടാക്കണം. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അവരെയും സഹായിക്കണം. ഇതൊരു അഭ്യർത്ഥനയായി തന്നെ ഈ കൃഷി നടത്തുന്നവർ കൂടി മനസ്സിലാക്കണം. ഈ പോളകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കൊതുകുകളെ അകറ്റാൻ നിങ്ങൾ മാർഗം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഈ കൃഷി ഇവിടെ നശിപ്പിക്കണം, ഉപേക്ഷിക്കണം. വിനയപൂർവ്വം ശശി TV.